സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കോട്ടയം വാകത്താനത്ത് കോൺക്രീറ്റ് കമ്പനിയിലെ കൊലപാതകത്തിന്റെ ചുരുളഴിച്ച് ജില്ലാ പോലീസ്. സഹപ്രവർത്തകനായ അസം സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശിയായ പാണ്ഡിതുരയാണ് അറസ്റ്റിലായത്. ഇരുവരും ജോലി ചെയ്തിരുന്ന കോൺക്രീറ്റ് കമ്പനിയിലെ പ്ലാന്റ് ഓപ്പറേറ്ററായ പാണ്ഡിതുരെ ഇതേ കമ്പനിയിലെ തന്നെ ഹെൽപ്പറായി ജോലി ചെയ്തിരുന്ന ലേമാൻ കിസ്ക് എന്നയാളെ കമ്പനിയിലെ വേസ്റ്റ് കുഴിക്കുള്ളിൽ താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ഇത് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം, സഹപ്രവർത്തകനെ വേസ്റ്റ് കുഴിക്കുള്ളിൽ താഴ്ത്തി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം. എങ്ങനെയാണ് കോട്ടയം ജില്ലാ പോലീസ് ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്? ഈ സംഭവം നടക്കുന്നത് ഏപ്രിൽ 26-ാം തീയതിയാണ്. അതായത് തിരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരത്താണ് ഈ അതിദാരുണമായ ക്രൂരമായ ഒരു സംഭവം ഉണ്ടായത്. 19 വയസ്സുകാരനായ അസം സ്വദേശിയായ യുവാവിനെയാണ് 26 വയസ്സുകാരനായ തമിഴ്നാട് സ്വദേശി ഇത്തരത്തിൽ പാണ്ഡിതുരൈ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഈ 19 വയസ്സുകാരൻ ലേമാൻ കിസ്ക് ഈ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന യന്ത്രം കഴുകുകയായിരുന്നു. കഴുകാൻ വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറി. ആ സമയത്താണ് ഈ പാണ്ഡിതുരൈ അതിന്റെ സ്വിച്ച് ഓൺ ചെയ്തത്. ഈ സമയത്ത് അതിലേക്ക് ആ മിക്സർ വർക്ക് ചെയ്യുകയും അതിൽ നിന്നും വളരെ കഷ്ടിച്ചാണ് ഈ ലേമാൻ കിസ്ക് രക്ഷപ്പെടുന്നത്. അതിനുശേഷം ലേമാൻ കിസ്ക് ആ യന്ത്രത്തിൽ നിന്നും താഴേക്ക് വീഴുന്നു. പക്ഷേ പകുതി ജീവനുണ്ടായിരുന്ന അയാളെ ഈ പ്രതി അടുത്തുള്ള വേസ്റ്റ് കൂനി, അതായത് വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്യുന്ന ഇടത്തിലേക്ക് ഒരു കുഴിയുണ്ട്, ആ കുഴിയിലേക്ക് തള്ളിയിടുന്നു. ആ തള്ളിയിട്ടത് ഈ വളരെ അവശനായി കിടന്ന ലേമാൻ കിസ്കിന്റെ ബോഡി അത് JCB ഉപയോഗിച്ചെടുത്ത് ആ കുഴിയിലേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം വേസ്റ്റുകൾ ഇടുന്നു. വേസ്റ്റ് ഇട്ടതിന് ശേഷം മണ്ണിട്ട് മൂടുന്ന ഒരു സാഹചര്യം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ്, അതായത് ഏപ്രിൽ 28-ാം തീയതിയാണ് അവിടെ ജോലിക്കെത്തിയ ആളുകൾ ഒരു കൈ, അതായത് ഈ കുഴിയുടെ ഭാഗത്ത്, ഈ മണ്ണിട്ട് മൂടിയ കുഴിയിൽ നിന്നും ഒരു കൈ മാത്രം പുറത്ത് കാണുന്ന രീതിയിലേക്ക് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ തന്നെ പോലീസിനെയൊക്കെ അറിയിച്ച് പിന്നീട് അവിടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധിച്ചപ്പോഴാണ് ഒരു മൃതദേഹമാണെന്ന് കണ്ടെത്തിയത്. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യം പോലീസ് ഇതൊരു അസ്വാഭാവിക മരണം എന്ന രീതിയിലായിരുന്നു കേസെടുത്തിരുന്നത്. പക്ഷേ പിന്നീട് ജില്ലാ പോലീസ് മേധാവി K. കാർത്തികിന്റെ നേതൃത്വത്തിലുള്ളൊരു അന്വേഷണ സംഘം ഇതിന്റെ പിന്നിലേക്ക് കൂടുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഇതൊരു കൊലപാതകമാണെന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാകുന്നത്. പിന്നീട് പോലീസ് ഈ കോൺക്രീറ്റ് സ്ഥാപനത്തിൽ എത്തുകയും പിന്നീട് അവിടെയുള്ള ഓരോരുത്തരെയും ചോദ്യം ചെയ്തു. ആ ദിവസം, അതായത് തിരഞ്ഞെടുപ്പിന്റെ അന്നത്തെ ദിവസം, ഇവർ രണ്ടുപേരും മാത്രമേ അവിടെ ജോലി ചെയ്തിരുന്നുള്ളൂ എന്ന് പോലീസിന് മനസ്സിലായി. പിന്നീട് ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലാണ് ഇവർ തമ്മിലുള്ള ജോലി സംബന്ധമായിട്ടുള്ള ഒരു വാക്ക് തർക്കമാണ് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ഈ ആദ്യം എന്നിട്ട് പ്രതി ഈ കൊലപ്പെടുത്താൻ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് വിശദീകരിച്ചു നൽകുകയും ചെയ്തു. ഇത് പെട്ടെന്നുള്ള ഒരു വാക്ക് തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന്. പക്ഷെ അതിനപ്പുറം നവമി, ഞാൻ ചോദിച്ചത്, ഇതൊരു നിലവിൽ പോലീസിനോട് പ്രതി നൽകിയ മൊഴി ഇതൊരു വാക്ക് തർക്കത്തെ തുടർന്നുള്ള കൊലപാതകമെന്നാണ്. പക്ഷെ അതിനപ്പുറം ഒരു മുൻവൈരാഗ്യം ഈ പാണ്ഡിതുരയ്ക്ക് ഈ കൊല്ലപ്പെട്ട യുവാവിനോടുണ്ടായിരുന്നോ? അങ്ങനെ ഒരു മുൻവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമാണോ, അതോ പെട്ടെന്നുള്ളൊരു പ്രകോപനമായിരിക്കുമോ ഈ യുവാവിന്റെ ജീവനെടുക്കാനുള്ള കാരണമായത്? പ്രതിയുടെ മൊഴി പറയുന്നത്, പ്രതി പോലീസിന് മൊഴി നൽകിയത് ഇവർ തമ്മിൽ ഒരു വാക്ക് തർക്കമുണ്ടായിരുന്നു. ആ ദിവസവും അതിന്റെ തലേ ദിവസവും ആയിട്ട് ജോലി സംബന്ധമായി ചെറിയൊരു വാക്ക് തർക്കം ഇവർക്കിടയിൽ നിലനിന്നിരുന്നു. അതിന്റെ ഒരു പ്രതികാരം എന്നോണമാണ് ഇത്തരത്തിൽ വലിയൊരു ക്രൂരതയിലേക്ക് നയിച്ചതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഈ കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. ആദ്യം ആ കോൺക്രീറ്റ് മെഷീനിലിട്ട് അതിന്റെ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ അപ്രതീക്ഷിതമായി മരിച്ചു എന്നുള്ളൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിലേക്ക് വീണു മരിച്ചു എന്ന രീതിയിലേക്ക് ആദ്യം കൊണ്ടുവരാമെന്ന് പ്രതി വിചാരിച്ചു. പക്ഷേ ഇയാൾ ലേമാൻ കിസ്ക് അതിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യം, പിന്നീട് മരിച്ചില്ല എന്ന് ഉറപ്പാക്കിയതിനെ തുടർന്നാണ് കുഴിയിലിട്ട് മൂടുന്ന ഒരു സാഹചര്യത്തിലേക്കും മാറിയത്.
യെസ്, നവമി, ഇപ്പോൾ നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ പി പാണ്ഡിതുരൈ, തമിഴ്നാട് സ്വദേശി പാണ്ഡിതുരൈ മാത്രമാണ് പ്രതി എന്ന് പറയുന്നുണ്ട്. മറ്റാർക്കെങ്കിലും ഈ കേസിൽ പങ്കുണ്ടായിരുന്നോ? ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തെളിവുകളാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്? ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റാർക്കും പങ്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. താൻ ഒറ്റയ്ക്കാണ് ഈ പ്രവൃത്തി ചെയ്തത്. ഈ മരിച്ച വ്യക്തിയോട്, ലേമാനോട് ഒരു വൈരാഗ്യം നിലനിന്നിരുന്നു. ഈ ജോലി സംബന്ധവുമായ ഒരു തർക്കം നിലനിന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യം ചെയ്യാൻ മുതിർന്നതെന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്തായാലും പോലീസിന് ഈ കേസിൽ മറ്റാർക്കും പങ്കില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ ഉദ്ദേശം. ഇതിന് മുന്നോടിയായി കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്തു. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും കൂടുതൽ തെളിവെടുപ്പും. ഇയാളുടെ ഒരു പശ്ചാത്തലം, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ പാണ്ഡിതുരൈ? എത്ര വർഷം മുൻപാണ് ഈ കോട്ടയത്ത് വാകത്താനത്ത് ഈ കമ്പനിയിൽ ജോലിക്ക് വന്നത്? അതോടൊപ്പം ഈ അസം സ്വദേശി സഹപ്രവർത്തകൻ, ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതുമായി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പോലീസ് ഇപ്പോൾ ഈ പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി പരിശോധിക്കുന്നുണ്ട്. ഇതിനു മുൻപ് ജോലി ചെയ്ത ഇടം, തമിഴ്നാട്, സ്വന്തം ദേശം, അവിടെയൊക്കെ എത്തി ഈ പ്രതിക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തേക്ക് വിടാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയെ ഇങ്ങനെയാണ് താൻ കൊലപ്പെടുത്തിയതെന്നുള്ളൊരു കുറ്റസമ്മതം പ്രതി ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. ഇനി കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പും അടക്കം നടത്തുക. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിന്റെ കൃത്യമായ ഇടപെടലാണ് ഈ ഒരു കൊലപാതകത്തിന്റെ, ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്.